ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടൈക്കനാൽ ഗുണ കേവിൻ്റെയും പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളും യാത്രാവിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ ഞങ്ങൾ ഗുണ കേവിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇതിനകത്തോട്ട് കയറാൻ സാധിക്കുന്നത്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ആ എൻട്രൻസിൻ്റെ ബാക്കിൽ നിൽക്കുന്ന മരങ്ങളുടെ ഇടയിൽ നമുക്ക് പുക പോലെ കാണാൻ സാധിക്കുന്നു. കോടമഞ്ഞാണത്. കാലാവസ്ഥയും നല്ല തണുപ്പാണ്. 1821 ബ്രിട്ടീഷ് ഓഫീസർ BS വാർഡാണ് ഈ ഗുഹകൾ ആദ്യമായി രേഖപ്പെടുത്തിയതെന്ന് ആരോപിക്കപ്പെടുന്നു. അദ്ദേഹം അതിനെ ഡെവിൾസ് കിച്ചൺ എന്ന് നാമകരണം ചെയ്തു. എന്നാൽ 1980കളുടെ അവസാനം വരെ അവ്യക്തതയിൽ തുടർന്നു. കമൽഹാസൻ ചിത്രമായ ഗുണയുടെ പ്രധാന ലൊക്കേഷനുകൾ ഗുഹകളും പരിസര പ്രദേശങ്ങളുമായിരുന്നു. ഇത് അതിൻ്റെ പേരിലേക്ക് നയിക്കുകയും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഗുഹയിൽ പ്രവേശിച്ചതിന് ശേഷം നിരവധി ആളുകൾ ദുരൂഹമായി അപ്രത്യക്ഷരായിട്ടുണ്ട്. 1996 ഒരു കേന്ദ്രമന്ത്രിയുടെ അനന്തരവൻ ഉൾപ്പെടെ അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല. ചില കേസുകൾ ആത്മഹത്യയാണെന്ന് കരുതപ്പെടുന്നു. മറ്റുള്ളവ വിനോദസഞ്ചാരികളോ നാട്ടുകാരോ ആയിരുന്നു. 2000കളുടെ തുടക്കം മുതൽ 2016 വരെ കാണാതാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഗുഹ പൊതുജനങ്ങൾക്കായി അടച്ചിരുന്നു. എന്നിരുന്നാലും ആളുകൾ മുന്നറിയിപ്പ് അവഗണിച്ച് ഇവിടെ പ്രവേശിച്ചിരുന്നു. 2016 പോലീസ് രേഖകൾ പ്രകാരം 16 പേരാണ് ഇവിടെ മരിക്കാനിടയായത്. 2024 പുറത്തിറങ്ങിയ മഞ്ഞുമേൽ ബോയ്സ് എന്ന മലയാള സിനിമയുടെ കേന്ദ്ര വിവരണവുമായി വർത്തിക്കുന്ന ഗുണ ഗുഹകളുടെ ആഴങ്ങളിൽ നിന്ന് ഇതുവരെ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കൊടൈക്കനാൽ ടൗണിന് പുറത്തായാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അധികമൊന്നും സഞ്ചാരികൾ എത്താതിരുന്ന ഈ സ്ഥലം ഗുണ എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമാണ് പ്രശസ്തമായതും ആളുകളുടെ പ്രിയ സഞ്ചാര ഇടമായതും. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ഈ ഗുഹയും പരിസരവും കുറേയേറെ നശിപ്പിക്കപ്പെട്ടു. കൂടാതെ സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയപ്പോൾ മാലിന്യങ്ങളും കുന്നുകൂടി. കാടിൻ്റെ തനിമയും ശുദ്ധവായുവും പോലും മലിനപ്പെട്ടു. അതുപോലെ തന്നെ കമിതാക്കൾ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്യുന്നത് കൂടിയായപ്പോൾ ഗുഹയുടെ ഏറ്റവും ആഴമേറിയ ഭാഗം പൊതുജനങ്ങൾക്ക് മുൻപിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. കമ്പിവേലി കെട്ടി സുരക്ഷിതമാക്കിയ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഗുണ ഗുഹയുടെ കാഴ്ചകൾ ആസ്വദിക്കാം. ഈ സൗകര്യം ഈയടുത്ത് ആളുകളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അധികൃതർ ചെയ്തു കൊടുത്തതാണ്. ഗുഹയുടെ സമീപത്തായി ഇപ്പോൾ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. കൊടൈക്കനാലിൻ്റെ മനോഹരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഈ വാച്ച് ടവർ. ഞങ്ങൾ എത്തിയത് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ കോടമഞ്ഞ് മൂടിക്കിടന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയപ്പോൾ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടെയാണ് ആഴമേറിയ ഗുണ കേവ് കാണാൻ സാധിക്കുന്നത്. ഇത് കമ്പി വേലി കൊണ്ട് സുരക്ഷിതമായി കെട്ടിയിട്ടുണ്ട്. ഗുണ കേവ് കണ്ടതിന് ശേഷം പൈൻ ഫോറസ്റ്റ് കാണുന്നതിനായാണ് ഞങ്ങൾ എത്തിയത്. പൈൻ ഫോറസ്റ്റ് കാണുന്നതിനും 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കൊടൈക്കനാലിൻ്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പൈൻ ഫോറസ്റ്റ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഇന്നുവരെ സംരക്ഷിച്ചു പോരുന്ന വിസ്മയിപ്പിക്കുന്ന പ്രകൃതിയെ ഇത് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പട്ടണത്തിലെ ഒരു പ്രധാന സംരക്ഷിത പൈതൃകം കൂടിയാണ്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാൽ എന്ന ശാന്തമായ ഹിൽ സ്റ്റേഷൻ
ഒരു നൂറ്റാണ്ടിലേറെയായി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന കൊടൈക്കനാലിന് കൊളോണിയൽ കാലഘട്ടം മുതൽ സമ്പന്നമായ ഒരു ടൂറിസം ചരിത്രമുണ്ട്. പട്ടണത്തിൻ്റെ മകുടോദാഹരണങ്ങളിലൊന്ന് വിശാലവും ഗംഭീരവുമായ പൈൻ വനങ്ങളാണ്. ഉയരമുള്ള വിസ്പറിംഗ് പൈൻ മരങ്ങൾ ഇടതൂർന്ന സംഖ്യയിൽ നിൽക്കുന്നു. തറയിൽ പലപ്പോഴും വീണ പൈൻ സൂചികളുടെ മൃദുവായ പാളുകൊണ്ട് പരവതാനി വിരിച്ചിരിക്കുന്നു. ഇവിടെ വരുന്ന സഞ്ചാരികൾ നടത്തം, കുതിരസവാരി, പ്രദേശത്തിലെ മനോഹര ദൃശ്യങ്ങൾ ഫോട്ടോഗ്രാഫുകളാക്കി പകർത്തൽ എന്നിവ ആസ്വദിക്കുന്നു. യൂട്യൂബ് ചാനലിന്റെ ഓണറാണ് താൻ നിന്ന് ഫോൺ വിളിക്കുന്നത്. പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം സൈക്ലിങ്ങിനും ബോട്ടിങ്ങിനും സൗകര്യമുള്ളിടത്താണ് ഞങ്ങൾ വന്നത്. ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് മിക്കവരും സൈക്ലിങ്ങിനാണ് പോയത്. ഇങ്ങോട്ട് എല്ലാ മുഖങ്ങളും ഇങ്ങോട്ട്. എന്റെ ചേട്ടത്തെ കണ്ടില്ല. അതെ നിൽക്കുന്നത്. കുറച്ച് സമയം എല്ലാവരും ഒന്നിച്ചുകൂടി ഗെയിമൊക്കെ കളിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോയത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടൈക്കനാലിൽ നിന്ന് രാവിലെ 5:30 ഞങ്ങൾ പുറപ്പെട്ടത്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ 3 ബെഡ്ഷീറ്റൊക്കെ മൂടിയാണ് ഉറങ്ങാൻ കിടന്നത്. എല്ലാവരും പോകാൻ റെഡിയായി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ റെഡിയായി ഹോട്ടലിന് പുറത്തിറങ്ങി. അന്തരീക്ഷം നല്ല തണുപ്പാണ്.
തണുപ്പായതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇറങ്ങി. പ്രകൃതിയിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കമ്പം മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അടുത്ത വീഡിയോയിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്